ഹായ് ജെയ്മെയിൻ 2026 28th ജാനുവരി ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 long straight wires carrying current are arranged mutually parallel as shown in figure. ഓക്കെ, ഫിഗറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. The force experienced by 15 centimeter length of the wire Q ready, wire Q ഇതാണ് is. അപ്പോൾ നമുക്കറിയാം പാരലൽ കറൻറ്റ്സ് അട്രാക്ട് ഈച്ച് അതർ, ആൻറ്റി പാരലൽ കറൻറ്റ്സ് റിപ്പൽ ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇവർ രണ്ടുപേർ ഇതിൻ്റെ മുകളിലുള്ളതാണ് ആദ്യം കണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ ആൻറ്റി പാരലാണ്. ആൻറ്റി പാരലൽ ആകുമ്പോൾ ഇയാൾ എന്താ ചെയ്യുക, ഇയാൾ റിപ്പൽ ചെയ്യും. ഓക്കെ, അതായത് അപ്പം ഞാൻ ആ ഡിറക്ഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പോവാം, ഇതിങ്ങോട്ട്. അപ്പോൾ ഇതെന്താണ്, ഇത് ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു പി ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തത്. ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു പി. ഓക്കെ, ഇനി ആ കേസ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു പി. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, μ0 ഡിവൈഡഡ് ബൈ 4π 2I1I2 ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള സെപ്പറേഷൻ ഇൻറ്റു ലെങ്ത്. എത്ര ലെങ്ത് ആണെന്ന് വെച്ചാൽ ആ ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, μ0 by 4π, അപ്പോൾ എത്ര 10⁻⁻7 ഇൻറ്റു 2, I1 3 ആംപിയർ, അപ്പോൾ 3 ഇൻറ്റു I2 1 ആംപിയർ ഡിവൈഡഡ് ബൈ അവരുമുള്ള സെപ്പറേഷൻ 3 സെൻറ്റിമീറ്റർ, അപ്പോൾ 3 ഇൻറ്റു 10⁻2 ഇൻറ്റു 15 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്, അപ്പോൾ 15 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ട്. Yes, 10⁻2 കട്ട് ചെയ്തു. Then what else is there? 2 into 15 30 into 10⁻7. ശരിയല്ലേ, 30 into 10⁻7. അതെങ്ങോട്ടാണ്, ടുവേർഡ്സ് ആർ ആണ് അല്ലേ, ടുവേർഡ്സ് ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നോക്കൂ, ഇവർ രണ്ടുപേരും ഇത് രണ്ടും നോക്കൂ, പാരലൽ കറൻസ്, രണ്ടും ഒരേ ഡിറക്ഷനിലാണ്. അപ്പോൾ പാരലൽ കറൻസ് എന്താ ചെയ്യുക, അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുക, അങ്ങോട്ടേക്ക് അടുത്തേക്ക് വലിക്കും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഇതെന്താണ്, ഇത് ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു ആർ ആണ്. യെസ്, അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഫോഴ്സ് ഓൺ ക്യൂ ഡ്യൂ ടു ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ μ0 by 4π 10⁻7 ഇൻറ്റു 2 ഇൻറ്റു I1 1 ആംപിയർ I2 2 ആംപിയർ ഡിവൈഡഡ് ബൈ അവരുമുള്ള സെപ്പറേഷൻ 2 സെൻറ്റിമീറ്റർ ഇൻറ്റു ടോട്ടൽ 15 സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞത്. അപ്പോൾ 10⁻². യെസ്, 10⁻² കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, 2 ഇൻറ്റു 15, യു ഗോട്ട് 30 അഗെയിൻ. That is 30 into 10⁻7. എങ്ങോട്ടാ, again towards capital R. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡിറക്ഷനും ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ടോട്ടൽ ഫോഴ്സ് കിട്ടാൻ രണ്ടും കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓൺ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 60 ആയി. അപ്പോൾ 60 ഇൻറ്റു 10⁻7. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് നോക്കുമ്പോൾ അതിനോട് കൂടുതൽ മാച്ച് ആവുന്ന ഏതാണ്, 6 ഇൻറ്റു 10⁻6 അല്ലെ. 30 + 30 60. അപ്പോൾ 60 ഇൻറ്റു 10⁻7 വിച്ച് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ. എങ്ങോട്ടാണ്, ടുവേർഡ്സ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ദ ആൻസർ ഈസ് 6 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ ടുവേർഡ്സ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്.